നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ഇപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇറാനിൽ പ്രക്ഷോഭം അത് തുടരുന്നൊരു കാഴ്ചയാണ് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ചില അന്താരാഷ്ട്ര മനുഷ്യാവകാശ ഏജൻസികളും അതുപോലെ ചില മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇറാനിൽ ഏകദേശം 2000-നും 2400-നും ഇടയിൽ നമ്പേഴ്സിനെ കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. പല ന്യൂസിലും പല നമ്പറുകളാണ് പറയുന്നത്. ചിലർ പറയുന്നു 2000, ചിലർ പറയുന്നു അതിലും കൂടുതലുണ്ട് എന്ന രീതിയിലെല്ലാം തന്നെ ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതായത് ഇത്രയധികം പ്രതിഷേധക്കാർ ഇറാനിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഈ ഒരു റിപ്പോർട്ടുകളിലെല്ലാം തന്നെ പറയുന്നത്. നിരവധി പ്രതിഷേധക്കാരെയാണ് ഇപ്പോൾ ഇറാൻ ഗവൺമെൻറ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇറാൻ ഗവൺമെൻറ് ഇത്തരം പ്രതിഷേധക്കാർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ കൈക്കൊള്ളുന്നത്. അതായത് ഇതിനു മുമ്പ് ഒരു അമേരിക്കൻ പ്രസ്താവനയുണ്ടായിരുന്നു. അതായത് പ്രതിഷേധക്കാരെ നേരിടാൻ ഇറാൻ മുതിർന്നാൽ അമേരിക്ക ഇടപെടും എന്നൊരു പ്രസ്താവന അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇത്തരമൊരു പ്രസ്താവന ഇറാൻ പരിഗണിച്ചിട്ട് പോലുമില്ല എന്നാണ് ഇത്തരം മാധ്യമ റിപ്പോർട്ടുകളിലൂടെ വ്യക്തമാകുന്നത്. എന്നാൽ ഇറാനിൽ എന്താണ് കൃത്യമായി നടക്കുന്നത് എന്നതിനെക്കുറിച്ച് ആർക്കും ഒരു വ്യക്തതയില്ല. കാരണം അവിടെ ഇൻ്റർനെറ്റ് ഇപ്പോൾ വിലക്കിയിരിക്കുകയാണ്. അതിനാൽ തന്നെ ഇറാനിൽ നടക്കുന്ന കാര്യങ്ങൾ അത് കൃത്യമായി എന്താണ് എന്നുള്ളത് അത് പറയാൻ സാധിക്കുകയില്ല. അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഈ ഒരു കാര്യത്തോട് ഇറാനിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത്. പ്രതിഷേധങ്ങളിൽ മരണസംഖ്യ അത് വളരെയധികം കൂടുതലാണ് എന്നാണ് ട്രംപ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അതിനോടുകൂടി അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും വാർത്താ പ്രാധാന്യത്തോടുകൂടി ഇൻ്റർനാഷണൽ മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഹെൽപ്പ് ഓൺ ദ വേ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് സഹായം അത് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ട്രംപ് പറയുന്നത്. എന്നാൽ എന്ത് സഹായം, അത് എങ്ങനെ എത്തിക്കും, ഇതിനെക്കുറിച്ചൊന്നും തന്നെ ട്രംപ് ഇവിടെ പറയുന്നില്ല. എന്നാൽ ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്, ഇത് സ്ഥിരീകരിക്കാത്തൊരു റിപ്പോർട്ടാണ്. ഇതിൽ പറയുന്നത് ദോഹയിലെ വിമാനത്താവളത്തിൽ നിന്ന്, അതായത് US ബേസ്, ദോഹയിലുള്ള US ബേസിൽ നിന്ന് അമേരിക്കയുടെ B-2 ബോംബറുകൾ അവ പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. ഞാൻ വീണ്ടും പറയുന്നു, ഇത് ഒഫീഷ്യലായിട്ടുള്ളൊരു റിപ്പോർട്ടുകളല്ല. ചില മാധ്യമങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ചൊരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. ഇതിനോടെല്ലാം തന്നെ ഇറാൻ സർക്കാർ പ്രതികരിക്കുന്നുണ്ട്. പ്രതിഷേധങ്ങൾ അത് വിദേശ ശക്തികളുടെ ഗൂഢാലോചനയാണ് എന്നാണ് ഇറാൻ സർക്കാർ തന്നെ പറയുന്നത്. അതായത് അമേരിക്ക, ഇസ്രയേൽ തുടങ്ങിയ രാജ്യങ്ങളാണ് ഇതിന് പിന്നിലെന്നാണ് ഇറാൻ പറഞ്ഞു വയ്ക്കുന്നത്. മറ്റൊരു ലിബിയയോ മറ്റൊരു സിറിയയോ ആകില്ല ഞങ്ങൾ എന്നാണ് ഇറാൻ ഇവിടെ വ്യക്തമാക്കുന്നത്. മറ്റു രാജ്യങ്ങളിൽ, അതായത് സൈനികപരമായി അത്ര കണ്ട് ശേഷിയില്ലാത്ത രാജ്യങ്ങളിൽ അമേരിക്കയ്ക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണ്. ഉദാഹരണമായി നമ്മൾ ഈ ഇടക്ക് കണ്ടതാണ് വെനസ്വേല തുടങ്ങിയ രാജ്യങ്ങൾ. അവർക്കധികം സൈനിക ശേഷിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം. അവിടെ അമേരിക്കയ്ക്ക് കാര്യങ്ങൾ എളുപ്പമാണ്. എന്നാൽ ഇറാൻ പോലെയുള്ള ഒരു രാജ്യത്ത് അത്തരമൊരു ഇടപെടൽ നടത്താനായിട്ട് അമേരിക്കയ്ക്ക് കഴിയില്ല എന്ന രീതിയിലാണ് വിലയിരുത്തലുകൾ വരുന്നത്. ഇത് സംബന്ധിച്ച് ഒരു വീഡിയോ ഇതിനു മുമ്പ് ഒരു 7-8 ദിവസത്തിന് മുമ്പ് ഞാൻ ഇട്ടിരുന്നു. അതിൻ്റെ അകത്ത് കാര്യകാരണ സഹിതം, അതായത് അമേരിക്ക ഒരിക്കലും ഇറാനെ നേരിട്ട് ആക്രമിക്കില്ല, അതിനുള്ള പ്രധാന കാരണങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ചെല്ലാം തന്നെ ഒരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ഈ ഒരു ചാനലിൽ തന്നെ ഇട്ടിരുന്നു. അതായത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമ്മൾ എടുത്തു നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും അമേരിക്കയോ അതുപോലെ തന്നെ ഇസ്രയേലോ കരുതുന്ന പോലെയല്ല ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് വിലയിരുത്തലുകൾ വരുന്നത്. റഷ്യയും ഇപ്പോൾ അമേരിക്കയ്ക്ക് ഒരു ഡയറക്റ്റ് മെസ്സേജ് നൽകിയിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റ് ഐയുടെ റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ റഷ്യ അമേരിക്കയോട് പറയുന്നത് ഇറാനോട് അത്തരം വിരട്ടലോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട എന്നാണ്. റഷ്യ പ്രതികരിച്ചിരിക്കുന്നത് ഇറാൻ്റെ ആഭ്യന്തരമായിട്ടുള്ളൊരു കാര്യത്തിൽ അതിൽ മറ്റ് രാജ്യങ്ങൾ കൈകടത്തേണ്ട യാതൊരുവിധ ആവശ്യവും ഇപ്പോൾ ഇല്ല എന്നാണ്. അതായത് വാഷിങ്ടണോ തെഹ്റാനോ മാത്രമല്ല ഇപ്പോൾ രംഗത്ത് വരുന്നത്, ഇപ്പോൾ റഷ്യയും രംഗത്ത് വരുന്നുണ്ട്. ഇറാൻ എന്നുള്ള രാജ്യം അത് നിലനിൽക്കേണ്ടത് റഷ്യയുടെ കൂടെ ആവശ്യമാണ്. നമുക്കറിയാവുന്നതുപോലെ രണ്ട് രാജ്യങ്ങളും റഷ്യയും ഇറാനും വളരെയധികം സൗഹൃദം അത് നിലനിർത്തുന്ന രാജ്യങ്ങളാണ്. പല കാര്യങ്ങളിലും പരസ്പരം ഡിപ്പെൻഡൻ്റ് ആണ് ഈ രണ്ട് രാജ്യങ്ങളും. അതിനാൽ തന്നെ റഷ്യ ഏത് കാര്യത്തിനും ഇറാൻ്റെ കൂടെ തന്നെ കാണുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് ചൈനയുടെ കാര്യവും. ചൈന
ഇറാനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഓയിൽ അത് പർച്ചേസ് ചെയ്യുന്നത്. അതിനാൽ തന്നെ ഇനിയുള്ള ദിവസങ്ങൾ അത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ട്രംപ് ഇനി എന്ത് തീരുമാനമാണ് എടുക്കുന്നത് എന്നുള്ളതും വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഡയറക്റ്റ് നേരിട്ടൊരു ഏറ്റുമുട്ടൽ അതുണ്ടാകാനായിട്ടുള്ള സാധ്യത അത് വളരെ 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 കുറവാണ്. വെസ്റ്റേൺ മാധ്യമങ്ങളിൽ ചില മാധ്യമങ്ങൾ അതിനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് പറയുമ്പോഴും അതിനുള്ള സാധ്യതകൾ കുറവാണ് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എനിക്കും തോന്നുന്നത് അങ്ങനെ തന്നെയാണ്. അതായത് ഇതിനുള്ള സാധ്യത അത് വളരെ കുറവാണ്. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന രാജ്യത്തിൻ്റെ പേര് ഇറാൻ എന്നായതുകൊണ്ട് തന്നെ.